എന്തൊക്കെ ചെയ്തിട്ടും പണം ഉണ്ടാകുന്നില്ല. അഥവാ പണം ലഭിച്ചാൽ തന്നെ അത് കയ്യിൽ നിൽക്കുന്നില്ല. എവിടെയൊക്കെയോ ചോർന്നു പോകുന്നു. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ പരിഹാരമുണ്ട്. ജപ്പാൻകാരുടെ ഈ രഹസ്യമന്ത്രം ഒന്ന് പരീക്ഷിക്കൂ. കക്കൈബോ എന്നാണ് ഈ ജപ്പാൻ രഹസ്യത്തിന്റെ പേര്. എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ മാസാവസാനമാകുമ്പോഴേക്കും പോക്കറ്റ് കാലിയാകുന്ന ആ ഒരവസ്ഥ നമ്മളിൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണത്, അല്ലേ? മാസമാദ്യം അക്കൗണ്ട് നിറയെ പണം കാണും, പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും അതൊക്കെ എങ്ങോട്ടോ മാഞ്ഞു പോകുന്ന ഒരുതരം മാജിക്. ശമ്പളം കിട്ടുന്ന ആ ദിവസത്തെ നമ്മുടെ ആവേശമൊന്ന് ആലോചിച്ചു നോക്കിയേ. അന്ന് നമ്മൾ ഒരുപാട് പ്ലാനുകളൊക്കെ ഇടും. എന്നാൽ മാസം പകുതിയാകുമ്പോഴേക്കും ഒരു ചെറിയ ഭയം നമ്മളിൽ തുടങ്ങുകയായി. എന്റെ അമ്മേ, എന്റെ ശമ്പളമൊക്കെ എവിടെ പോയി എന്ന് നമ്മൾ തന്നെ തലയിൽ കൈവച്ച് ചോദിച്ചു പോകുന്ന ആ അവസ്ഥ. സ്വന്തം പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയാത്ത വലിയൊരു പ്രതിസന്ധിയാണിത്. ശരി, ഇതിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ കടക്കാം. ഇന്ന് UPI വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും ഒക്കെ പണം ചെലവാക്കാൻ എന്തെളുപ്പമാണ്, അല്ലേ? ഒരൊറ്റ ക്ലിക്കിൽ പേയ്മെന്റ് നടക്കും. പക്ഷേ അവിടെയൊരു പ്രശ്നമുണ്ട്. പണ്ട് കയ്യിൽ നിന്ന് നേരിട്ട് ക്യാഷ് കൊടുക്കുമ്പോൾ ആ പണം നഷ്ടപ്പെടുന്നതിന്റെ ഒരു സങ്കടം, അതായത് ആ ഒരു പെയിൻ ഓഫ് സ്പെൻഡിംഗ് ഉണ്ടല്ലോ, അത് ഇന്ന് ഈ ഡിജിറ്റൽ ഇടപാടുകളിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇത് കാരണം നമ്മൾ അനാവശ്യമായി പണം ചെലവാക്കുകയും വലിയൊരു സാമ്പത്തിക കെണിയിൽ ചെന്ന് വീഴുകയും ചെയ്യുന്നു. ഈ ആധുനിക കാലത്തെ പ്രശ്നത്തിന് പരിഹാരമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എന്നാൽ വളരെ എഫക്റ്റീവായ ഒരു ജാപ്പനീസ് രീതിയെക്കുറിച്ചാണ് ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിന്ന് കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവയാണ്: ഡിജിറ്റൽ സ്പെൻഡിംഗ് ട്രാപ്പ്, കക്കൈബോയും ഫിസിക്കൽ കവറുകളും, പിന്നെ നമ്മുടെ 3 അക്കൗണ്ട് സിസ്റ്റത്തിലെ അത്യാവശ്യം അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ലൈഫ് സ്റ്റൈൽ അക്കൗണ്ട്, ഒടുവിൽ ആ 24 മണിക്കൂർ നിയമം. അപ്പോൾ ആദ്യമായി ഡിജിറ്റൽ സ്പെൻഡിംഗ് ട്രാപ്പ്. ഡിജിറ്റൽ യുഗത്തിലെ ഈ അനാവശ്യ ചെലവുകളുടെ കെണി, അഥവാ കയ്യിലെ പണം അദൃശ്യമാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പഴയകാലത്തെ പണം വെക്കുന്ന കവറുകളും ഇന്നത്തെ മൊബൈൽ പേയ്മെന്റുകളും തമ്മിലുള്ള വലിയ വ്യത്യാസം ശ്രദ്ധിച്ചോ? പണ്ട് നമ്മൾ കവറുകളിൽ നോട്ടുകളായി പണം സൂക്ഷിക്കുമ്പോൾ പണം കുറയുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ നേരിട്ട് കാണാമായിരുന്നു. ഓരോ തവണ പണം എടുക്കുമ്പോഴും നമുക്കൊരു ചെറിയ മടിയുണ്ടാകും, കാരണം പണം പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്നാൽ ഫോണിലൂടെ ഡിജിറ്റലായി പണം അയക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നുന്നില്ല. നമ്മൾ പോലും അറിയാതെ ഒരുപാട് പണം നമ്മൾ ചെലവാക്കി പോകുന്നു. രണ്ടാമതായി കക്കൈബോയിലെ ആ ഫിസിക്കൽ കവറുകൾ. ഇവിടെയാണ് നമ്മുടെ ഈ സാമ്പത്തിക യാത്രയിലെ യഥാർത്ഥ ഹീറോയുടെ കടന്നുവരവ്. നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ മൊത്തത്തിൽ മാറ്റാൻ കഴിയുന്ന ആ ജാപ്പനീസ് രീതിയാണ് കക്കൈബോ. ഇതിൽ ശരിക്കും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ, വളരെ സിമ്പിളും എന്നാൽ അത്രത്തോളം കൃത്യവുമായ ഈ രീതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, മറിച്ച് 1904 ജപ്പാനിൽ ആരംഭിച്ചതാണ്. അതായത് 1 നൂറ്റാണ്ടിലധികമായി ആളുകൾ വളരെ സക്സസ്ഫുള്ളായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ കക്കൈബോ? നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കൃത്യമായൊരു അവബോധമുണ്ടാക്കിയെടുക്കാൻ വരവും ചെലവും സ്വന്തം കൈപ്പടയിൽ തന്നെ ഒരു ലെഡ്ജറിലോ പുസ്തകത്തിലോ എഴുതിവെക്കുന്ന രീതിയാണിത്. പണ്ട് ജപ്പാൻകാരെന്ത് ചെയ്യുമെന്നോ? ഭക്ഷണം, വാടക, യാത്ര എന്നിങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും പ്രത്യേകം കവറുകളിൽ പണം മാറ്റിവെക്കും. ഇതിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കവറിലെ പണം തീർന്നാൽ ആ മാസം ആ വകയിലുള്ള ചെലവ് അവർ അവിടെ വെച്ച് അങ്ങ് നിർത്തും. തീർന്നു. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു ബ്രേക്കാണ് ഈ രീതി തിരികെ നൽകുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ രീതിയിലെ ഘട്ടം 1, അത്യാവശ്യ അക്കൗണ്ട്. ഈ പഴയകാല കവർ സിസ്റ്റത്തെ നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ കാലത്തേക്ക് വളരെ പ്രായോഗികമായ ഒരു 3 അക്കൗണ്ട് സിസ്റ്റമായി നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാം. അതിലെ ആദ്യത്തെ അക്കൗണ്ടാണ് അത്യാവശ്യ അക്കൗണ്ട് അഥവാ നീഡ്സ് അക്കൗണ്ട്. നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളെയും വെറും ആഗ്രഹങ്ങളെയും നമ്മൾ എത്ര വ്യക്തമായാണ് വേർതിരിക്കുന്നത് എന്നത് ഇവിടെ വളരെ പ്രധാനമാണ്. വീട്ടുവാടക, EMI, കറന്റ് ബില്ല്, കുട്ടികളുടെ ഫീസ് തുടങ്ങി നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകളെ അത്യാവശ്യ അക്കൗണ്ടിലേക്കും, മറുവശത്ത് സിനിമ, ഷോപ്പിംഗ്, റെസ്റ്റോറന്റ് ഡൈനിംഗ് എന്നിവയെ ലൈഫ് സ്റ്റൈൽ അക്കൗണ്ടിലേക്കും കൃത്യമായി നമ്മൾ വേർതിരിക്കണം. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശമ്പളം കിട്ടിയാൽ ഉടൻ തന്നെ ഈ നിശ്ചിത ചെലവുകൾക്കുള്ള പണം നിങ്ങളുടെ ഈ അത്യാവശ്യ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നതാണ്. ഇത് ആദ്യം തന്നെ ചെയ്യണം. ഈ പണം നിങ്ങളുടെ മറ്റ് യാതൊരു ആവശ്യങ്ങൾക്കും തൊടാനേ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ സുരക്ഷിതമാക്കാൻ ഈ ഒരൊറ്റ കാര്യം നിങ്ങളെ വലിയ രീതിയിൽ സഹായിക്കും. അടുത്തത് 4ാമത്തെ കാര്യം, ഘട്ടം 2, സേവിങ്സ് അക്കൗണ്ട്. നമ്മുടെ ഈ ഡിജിറ്റൽ കവർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നമുക്ക് വരാം. അതാണ് സേവിങ്സ് അക്കൗണ്ട്.
ശരിക്കും നിങ്ങളുടെ ഭാവിയുടെ താക്കോൽ ഇതാണ് കേട്ടോ. ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വരുമാനത്തിന്റെ 20 അല്ലെങ്കിൽ 30% തുക നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നതിന് മുൻപ് തന്നെ ഈ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കണം. ബാക്കിയുള്ള 70 മുതൽ 80% പണം മാത്രമേ നിങ്ങൾ അത്യാവശ്യങ്ങൾക്കും മറ്റ് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ മാറ്റിവെക്കുന്ന പണം ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ കരുതലാണ് എന്ന് എപ്പോഴും ഓർക്കണം. ഇത് പെട്ടെന്ന് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വരുമ്പോൾ എടുക്കാനുള്ള ഒരു ഫണ്ടായോ അല്ലെങ്കിൽ ഭാവി ലക്ഷ്യമാക്കിയുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമായോ മാത്രം നിലനിർത്തുക. നിങ്ങളുടെ ദൈനംദിന ആഗ്രഹങ്ങൾക്കായി ഈ അക്കൗണ്ടിൽ ഒരിക്കലും തൊടാനേ പാടില്ല. ഇത് പൂർണ്ണമായും സുരക്ഷിതമാക്കി വെക്കേണ്ട ഒന്നാണ്. ഇനി 5-ാമതായി ഘട്ടം 3 ലൈഫ് സ്റ്റൈൽ അക്കൗണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3-ാമത്തെയും ഒരുപക്ഷെ നിങ്ങളുടെ പണം ഏറ്റവും വേഗത്തിൽ ചോർന്നു പോകുന്നതുമായ അക്കൗണ്ടാണ് ലൈഫ് സ്റ്റൈൽ അക്കൗണ്ട്. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം ഞാൻ പറയാം. വിനോദങ്ങൾക്കും ഓൺലൈൻ ഷോപ്പിംഗിനും പുറത്തുപോയി ഭക്ഷണം കഴിക്കാനുമൊക്കെ മാറ്റിവെക്കുന്ന ആ തുക ഈ അക്കൗണ്ടിലിടുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിലെ UPI ആപ്പുകളും പേയ്മെന്റ് സിസ്റ്റമുകളും ഈ ലൈഫ് സ്റ്റൈൽ അക്കൗണ്ടുമായി മാത്രം ലിങ്ക് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹാക്ക്. ഇതിലെ പണം തീർന്നാൽ ആ മാസം പിന്നീടുള്ള ആഘോഷങ്ങളെല്ലാം അവിടെ വെച്ചങ്ങ് നിർത്തുക. പണ്ടത്തെ ജാപ്പനീസ് കവറുകൾ കാലിയാകുമ്പോൾ അവർ ചെയ്തിരുന്നതുപോലെ തന്നെ. 6-ാമതായി 24 മണിക്കൂർ നിയമം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് എന്തെങ്കിലും കണ്ടാൽ ഉടനെ ഷോപ്പിംഗ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ത്വരയുണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കാൻ കക്കേബോ നൽകുന്ന ഏറ്റവും വലിയ ആയുധമാണിത്. അതാണ് അതിപ്രശസ്തമായ 24 മണിക്കൂർ നിയമം. അതായത് ഓൺലൈനിലെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോളിലെങ്കിലോ എന്തെങ്കിലും സാധനം കണ്ടാൽ അത് ഉടൻ തന്നെ വാങ്ങരുത്. പകരം കൃത്യം 24 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യുക എന്നതാണിതിലെ നിയമം. പിറ്റേ ദിവസവും അത് നിങ്ങൾക്ക് അത്രത്തോളം അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങുക. യഥാർത്ഥ ജീവിതത്തിലെ ഈ ഒരു അനുഭവം നിങ്ങളൊന്ന് നോക്കിയേ. ഞാൻ ഓൺലൈനിൽ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട വില കൂടിയൊരു ഗാഡ്ജറ്റ് കണ്ടു. അപ്പം തന്നെ അത് വാങ്ങാൻ തോന്നി. പക്ഷേ കക്കൈബോയിലെ ഈ 24 മണിക്കൂർ നിയമം ഓർത്ത് ഞാൻ വാങ്ങാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തു. ശരിക്കും അപ്പോഴാണ് അതെനിക്ക് അത്ര ആവശ്യമില്ലാത്ത ഒന്നാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. കണ്ടോ, മിക്കവാറും നമ്മുടെ ഇത്തരം പെട്ടെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ 24 മണിക്കൂർ സമയപരിധിക്കുള്ളിൽ തന്നെ അങ്ങ് അവസാനിക്കാറാണ് പതിവ്. ഇത് നമ്മുടെ ആവേശത്തിന് വലിയൊരു ബ്രേക്ക് നൽകും തീർച്ച. ഇത് വളരെ മനോഹരമായി കാണിച്ചു തരുന്നത് എന്തെന്നാൽ ഡിജിറ്റൽ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്വന്തം കൈപ്പടിയിൽ തന്നെ ചെലവുകൾ എഴുതിവെക്കുമ്പോൾ നമ്മൾ കൃത്യമായി തിരിച്ചറിയുന്നു എന്നതാണ്. എവിടെയാണ് നമ്മുടെ പണം അമിതമായി പോകുന്നത് എന്നതിനെക്കുറിച്ച് നല്ല കൃത്യമായൊരു ബോധ്യം നമുക്കിതിലൂടെ ഉണ്ടാകും. നഷ്ടപ്പെട്ട ആ സാമ്പത്തിക അച്ചടക്കം തിരികെ കൊണ്ടുവരാൻ ദിവസവും രാത്രി അന്നത്തെ ചെലവുകൾ ഒരു പുസ്തകത്തിൽ എഴുതിവെക്കുന്ന ആ പഴയ ശീലം നമ്മൾ തീർച്ചയായും വളർത്തിയെടുക്കണം. കക്കേബോയും ഈ 3 അക്കൗണ്ട് രീതിയും പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ സമ്പാദ്യം എങ്ങനെ മാന്ത്രികമായി വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ കാണാനാകും. അങ്ങനെയെങ്കിൽ എന്നോടൊന്ന് പറയൂ, ഇന്ന് രാത്രി നിങ്ങളുടെ കക്കൈബോ ലെഡ്ജറിൽ നിങ്ങൾ എന്ത് കാര്യമാകും ആദ്യം എഴുതുക? നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ തുടങ്ങുക. ഈ വിശകലനം എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മികച്ചൊരു സാമ്പത്തിക അച്ചടക്കത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും.